ഇന്ന് ലക്ഷദ്വീപിലെ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. കടലിൽ നിന്ന് വൈകിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ ഭയങ്കര വിഷമമായി. ഇന്ന് രാത്രിയും കൂടെ ഉള്ളതെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് നമുക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു പോകാനായിട്ട് തിരിച്ച്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന്. എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും ലക്ഷദ്വീപിലില്ല. ആ ഫുഡ് അടിക്കാനായിട്ട് മെയിനായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാരണ ഫുഡ് ഐറ്റംസൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കിയാണ് നമ്മൾ പോയത്. സ്പെഷ്യലായിട്ട് മറ്റേ നീരാളി വല്ലതും കിട്ടുമോ അറിയാനായിട്ട് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം കറക്റ്റ് നോമ്പ് തുടങ്ങുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് കടയിലൊന്നും അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർ പറഞ്ഞു ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ വരുവാണെങ്കിൽ മന്തി കഴിക്കാം, വേറൊന്നും സ്പെഷ്യലായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ തിരിച്ചു പോവുക. അവർ കൊണ്ടുവന്ന് എയർപോർട്ടിലും ആക്കി തന്നു. അവരോടും യാത്ര പറയാതെ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് നേരം പിന്നെയും അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്ന് സമയമാകുമ്പോൾ കയറാം, അതുവരെയൊക്കെ കടലൊക്കെ കണ്ടുകൊണ്ടിരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അകത്ത് കയറി. ആദ്യം വേറൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗിൻ്റെ അകത്ത് മറ്റേ ഒരു ചെറിയ പീസ് പവിഴപ്പുറ്റുണ്ടായിരുന്നു. ഇനി അതെങ്ങാനും പിടിക്കുമെന്ന് വിചാരിച്ചു. അവർ ഓൾറെഡി കണ്ടു കാണും. എന്നാലും നമുക്ക് ചെറിയ പീസായത് കാരണം അവർ വിട്ടു തന്നു കേട്ടോ. നമ്മളങ്ങ് പോന്നു അതും കൊണ്ടിട്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് കയറണം. നമ്മൾ ലോക്കലായിട്ടാണല്ലോ, അവിടെ വലിയ സെറ്റപ്പൊന്നും ഇല്ലാത്ത കാരണം നേരെ തന്നെ കയറി. അതിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെയും ആ കടൽ കണ്ടപ്പോൾ ഭയങ്കര വിഷമം പിന്നെയും തോന്നി. അപ്പം തന്നെ ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് ഇനിയും പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്നുകൂടെ വരാൻ നോക്കണം കേട്ടാന്ന്. അപ്പോൾ അവനും പറഞ്ഞു ഓക്കെ, നമുക്ക് ഒന്നുകൂടെ വരാൻ ശ്രമിക്കാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു നേരെ കൊച്ചിയിലോട്ട്. ഏതായാലും കുറേ പേരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണേണ്ട സ്ഥലം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.